ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു കുഞ്ഞു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മൾ ഈയിടെ പോയ ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് നമ്മൾ കോടനാട് ആനപരിശീലന കേന്ദ്രത്തിലാണ് പോയത്. അവിടെ തന്നെ കാപ്രിക്കാട് മിനി സൂ എന്ന് പറഞ്ഞിട്ടൊരു സൂ ഉണ്ട്. അവിടെ നമ്മൾ കുറച്ച് മാനുകൾ, മാൻ പാർക്ക് എന്നാണ് മെയിനായിട്ട് പറയുക. ഡിഫറെൻറ്റ് ടൈപ്സ് മാനുകൾ ഒരു 2-3 സെക്ഷനായിട്ട് മിനി സൂ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞു സൂ തന്നെയാണത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. വീഡിയോ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല വീഡിയോസൊന്നും കിട്ടിയില്ല നമ്മൾക്ക്. ഇത് നല്ല ഒരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്ര ദൂരെ നിന്നിട്ടാണ് നമ്മൾ ആനിമൽസിനെ കാണുന്നത്. ഐഷു ഇത് അവിടെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. റോസാണ് ആൾ ഉദ്ദേശിക്കുന്നത്, ടൈറ്റാനിക്കിലെ. ഇവിടെ ഉപ്പച്ചിയും ഉമ്മച്ചിയും എല്ലാവരും ഉണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നതാണ്. ഇത്തയും ഹസ്ബൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മൾക്കിങ്ങനെ നടക്കാനൊക്കെ ഉണ്ട് അധികമായിട്ട്. അപ്പം നമ്മളിങ്ങനെ കുറേ ദൂരം നടന്നിട്ടാണ് ഇവിടേക്ക് എത്തണത്. പോണ വഴിയിലാണ് കുറച്ച് സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ കോടനാട് കുറേ കാട്ടിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തണത്. അപ്പോൾ അതാ 2 ആൾക്കാർ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ ഒക്കെയാണ് കേട്ടോ അവിടെ. നമുക്കിങ്ങനെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാലുവേദന കൈവേദന ഒക്കെ ആയിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഇത്തിരി ആരോഗ്യമുള്ളവർക്കൊക്കെ തന്നെ നടന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾക്ക് ഇതുപോലെ നടക്കാനുള്ള പാതകൾ ഇൻ്റർലോക്ക് ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിൽ കൂടി നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലണത് ഒരു ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മിനി സൂവിലേക്ക് എത്തുന്നത്. മിനി സൂവിൽ നിന്നാണ് നമ്മൾ ഈ കോടനാട് പരിശീലന കേന്ദ്രം. ഇത് കുറച്ചും കൂടി ഉള്ളിലേക്കായിട്ടാണ്. ഇവിടെ ഒരു 5-8 ആനകൾ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവറ്റങ്ങളെ ഈ പരിശീലനം ചെയ്തിട്ട് നമ്മളുടെ നാട്ടിലുള്ള പരിപാടികൾക്കൊക്കെ കൊണ്ടുവന്ന ഉത്സവത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് ശാന്തരാക്കി മാറ്റുന്നതാണ് ഇവിടെ പരിശീലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഓവറായിട്ടുള്ള ഇതുകളൊന്നും കണ്ടൊന്നുമില്ല. അങ്ങനെയൊന്നും നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഓരോ ആനയുടെ ഓരോ കൂട്, അതിൻ്റെ കൂട് പോലത്തെ സംഭവമാണ്. ഇതിനെന്താ ആനക്കൊട്ടിലോ എന്തോ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ആണ് ഓരോന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേരും, കൂടുതലും ലേഡീസാണ് കേട്ടോ അവിടെ ഉള്ളത് ആനകൾ. അപ്പോൾ സുജാത, കല്യാണി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ശാന്തരായ രൂപരായിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരാളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കുറച്ച് ദൂരെയാണ്. അപ്പോൾ ആളിത്തിരി പ്രശ്നക്കാരനാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ നമ്മൾ ആളുടെ അടുത്തേക്ക് പോയി. നമ്മൾ ഈ ഫസ്റ്റ് കണ്ടത് ആനപരിശീലന കേന്ദ്രത്തിൻ്റെ എൻട്രൻസ് വരുന്ന ഭാഗമാണ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ ആണ് നമ്മൾ പറഞ്ഞ സൂപ്പർ ഹീറോയുടെ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ചയിൽ അങ്ങനെ വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. ഇതുപോലെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ഒരു പാതയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴാണ് ആൾ ദൂരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വ്യൂവേഴ്സിൻ്റെ അവിടെ നിന്ന് ഒരുപാട് ദൂരേക്ക് ആക്കിയിട്ടാണ് അതിനെ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ അവിടെ ആനനെ പരിശീലിപ്പിക്കുന്ന ഒരു സംഭവം നമുക്കവിടെ കാണാം. മുള വെച്ചൊക്കെ കെട്ടിയിട്ട് ഒക്കെ ഉണ്ട്. അതങ്ങനെ പിക്ചറായിട്ട് സൈഡിൽ. അപ്പോൾ ആളുടെ പേര് നല്ല ഒരു അടിപൊളി പേരൊക്കെയാണ് കേട്ടോ. പീലാണ്ടി ചന്ദ്രു എന്നൊക്കെയാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ ഒരു അപ്പോൾ നമ്മൾക്ക് ആളുടെ പേര് അവിടെയൊക്കെ ഇങ്ങനെ ഹിസ്റ്ററിയും ഒക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിനി അവിടെ നിന്ന് തിരിച്ച് നടന്ന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വന്ന വഴി തന്നെ കുറച്ച് അങ്ങോട്ട് തിരിച്ച് നടന്നു പോകണം. അപ്പോൾ വീണ്ടും നമ്മൾ കോടനാട് പരിശീലന കേന്ദ്രത്തിലേക്ക് തന്നെ എത്തും. എന്നിട്ട് പിന്നെ അവിടെ എത്തിയിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോണത്. നമ്മളിനി പിന്നെയും ഇപ്പോൾ അവിടേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഇനി അവിടെ നിന്ന് നമ്മളുടെ ആനകളതെ വീണ്ടും നമുക്ക് കാണുകയാണ്. സൈഡിലൊക്കെ നമ്മൾക്ക് നടന്ന് പോകുമ്പോൾ പിടിക്കാനും ഒക്കെയുള്ള ഇവിടത്തൊക്കെ വേലി പോലെയൊക്കെ ചെയ്തിരിക്കുന്നത്
ചില സ്ഥലത്ത് കമ്പി കൊണ്ട് ചെയ്തിട്ട് അതുമേ നമ്മളുടെ ബാമ്പുവിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊരു നാച്ചുറൽ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ എൻട്രൻസിൻ്റെ അവിടെ ഇരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഒരു റെസ്റ്റിംഗ് പ്ലേസ് പോലെയൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ പിന്നെയും കുറച്ചും കൂടിയും ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ സംഭവം പാസ് ചെയ്തിട്ടാണ്, പരിശീലന കേന്ദ്രം പാസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ ചെന്നിട്ടാണ് നമ്മൾ പിന്നെയും കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങളിങ്ങനെ ഇരുന്നു, അടുത്ത വ്യൂ ഒക്കെ കണ്ടു ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ഇതുപോലെ പേയ്മെൻറ്റ്സൊക്കെ നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ലൊരു നാച്ചുറൽ ലുക്കൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ചും കൂടി നേരമൊക്കെ അവിടെ ഇരുന്നു റെസ്റ്റൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്ത് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. അപ്പോൾ ആനകളൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ബഹളമോ കരച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഒരു ശാന്ത സുന്ദരമായ ഒരു സ്ഥലം. പിന്നെ എനിക്ക് തോന്നുന്നു ആ ആനകളുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാടിൻ്റെ ഒക്കെ ഉള്ളിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ചുറ്റിലും ഇങ്ങനെ കുറേ മരങ്ങളൊക്കെയാണ്, കൂടുതലും ഈ യൂക്കാലിപ്റ്റസ് മരങ്ങൾ, അതുപോലെ തന്നെ മാഞ്ചിയം, പിന്നെ നമ്മളുടെ ലാങ്കി, അങ്ങനെയൊക്കെ കുറേ നമ്മളൊരു കാട്ടിൽ പോയാൽ ഉണ്ടാകുന്ന ടൈപ്പ് മരങ്ങളൊക്കെ ഉണ്ട്, കാഞ്ഞിരമൊക്കെ, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകുമ്പോഴാണ് പിന്നെ കുറച്ച് മുളങ്കാടുകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് പെരിയാറിൻ്റെ ഒരു ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാടിൻ്റെ നടുവിലൂടെ ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ടിട്ട് നമുക്ക് നടക്കാനുള്ള പാതകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. റിസ്ക് ഒന്നുമില്ല, നടക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി നമുക്ക്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു അത്യാവശ്യം ഹോട്ടായിരുന്നു ദിവസമെങ്കിൽ കൂടി നമുക്കൊരു എന്താ പറയുക, അത്രയ്ക്ക് അങ്ങോട്ട് ചൂടും ഇതൊന്നും തോന്നിയിരുന്നില്ല. കാരണം കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണലും നല്ലൊരു കൂളിംഗ് എഫക്റ്റൊക്കെ തന്നെയായിരുന്നു. മഴ സമയത്തിനാലും എനിക്ക് തോന്നുന്നു ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഇങ്ങോട്ട് വരാനൊക്കെ ചൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കുഞ്ഞു ട്രിപ്പുകളൊക്കെ ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾ തൃശ്ശൂരാണ്, കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എറണാകുളത്തേക്ക് അത്ര ദൂരമൊന്നുമില്ല. കോതമംഗലം നമുക്കൊരു വിത്തിൻ 2 hours എത്താവുന്ന ഒരു ദൂരത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരും, അതുപോലെ തന്നെ കുഞ്ഞു ബഡ്ജറ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പരിസരത്തുള്ളവർക്കൊക്കെ ഒരു നല്ലൊരു ആപ്റ്റ് പ്ലേസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കുറച്ച് സൈഡൊക്കെ അതേ മുളങ്കാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ കുഞ്ഞൊരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പാർക്കെന്ന് പറയുന്ന അത്ര അങ്ങോട്ട് ഐറ്റംസ് ഒന്നുമില്ല, സ്വിങ്ങും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടുള്ള ഒരു ഫോട്ടോ കോർണർ ഉണ്ട്, പെബിൾസൊക്കെ വെച്ച് സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല, ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.